തിരുപ്പിറവി ആഘോഷത്തിൻ്റെ നിറവിലായിരുന്നു ഗൾഫിലെ ക്രിസ്തുമത വിശ്വാസികൾ പോയ വാരം. പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് ട്രീ ഒരുക്കിയും ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസികൾ ക്രിസ്മസിനെ വരവേറ്റു. നിറഞ്ഞ ആമോദത്തിലാണ് ഗൾഫ് പ്രവാസികൾ തിരുപ്പിറവി ആഘോഷങ്ങളെ വരവേറ്റത്. ദിവസങ്ങൾക്ക് മുമ്പേ കരോൾ സംഘങ്ങൾ താമസയിടങ്ങളിൽ സജീവമായിരുന്നു. മസ്കത്ത് റൂവിയിലെ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിൽ ഒരുക്കിയ ക്രിസ്മസ് വില്ലേജ് ഇത്തവണത്തെ പ്രത്യേകതയാണ്. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ക്രിസ്മസ് ഗ്രാമം എന്ന് പറയുന്നു സംഘാടകർ. ബത്ലഹേമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായി ഒരുക്കിയ ഗ്രാമം ക്രിസ്മസ് സന്ദേശം പകരുന്ന ദൃശ്യാവിഷ്കാരങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. നല്ലൊരു ക്രിസ്മസിൻ്റെ കാലത്ത് കൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു യാത്രയാണ്. ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനാണ് വന്നത്. ആ മഹാസന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. അത് ആഘോഷങ്ങളിലൂടെ നാം കാണുന്നു. പ്രത്യേകിച്ച് ഈ PCയുടെ മുറ്റം മുഴുവനും ഇതുപോലെ അലങ്കരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ സെൻറ്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് അതിലെ എല്ലാ പ്രവർത്തനവും ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ബെത്ലഹേം, അതായത് ബെത്ലഹേം വില്ലേജ് എന്ന അർത്ഥമുള്ള ബെത്ലഹേം ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. This is the first time I've seen this, so it is really nice, and every decoration, everyone has put so much effort behind it. It looks very pretty also. Yeah, the decoration looks really pretty, especially this year. I've never come to this area of the church, and it looks really nice, very gorgeous place. ഗൾഫിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത ദേവാലയങ്ങളുള്ള രാജ്യമാണ് UAE. എല്ലാ ദേവാലയങ്ങളിലും വലിയ തിരക്കാണ് ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് അനുഭവപ്പെട്ടത്. UAEയിലെ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ നാട്ടിൽ നിന്നുള്ള പുരോഹിത ശ്രേഷ്ഠന്മാർ എത്തിയിരുന്നു. മലയാളികൾ കൂടുതൽ സംഗമിക്കുന്ന ദുബൈയിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലീത്ത ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. I use the word blessed Christmas, not Merry Christmas. In these modern days, people consider Christmas as an occasion to make merries. For the church, it is a blessed occasion. It's a unique event that happened in the history. അതുകൊണ്ട് ഇതൊരു merry making അല്ല, ഇതൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ക്രിസ്മസിന് 20 ഭാഷകളിൽ വരെ വിശുദ്ധ കുർബാന നടക്കുന്ന ദേവാലയങ്ങൾ ദുബൈയിലുണ്ട്. പ്രവാസികൾക്ക് ഓരോ ക്രിസ്മസും പല കാരണങ്ങളാൽ സ്പെഷ്യലാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ്, അതുകൊണ്ട് നമുക്കിത് വളരെ സ്പെഷ്യലായിട്ടുള്ള ക്രിസ്മസ് ആണ്. നമ്മുടെ അപ്പം സ്റ്റൂവ്, പിന്നെ നമ്മുടെ തനതായുള്ള കറികൾ എല്ലാം ഉണ്ടാവും. നാട്ടിൽ നിന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടുകാർ മാത്രമായിട്ട് രാത്രി കുർബാനയ്ക്കും, പക്ഷെ ഇവിടെ അങ്ങനെ വീട്ടുകാരെ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ നമുക്ക് ഫ്രണ്ട്സായിട്ട് നമ്മൾ കൂടിയൊരു ഫാമിലി പോലെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ കൂട്ടം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ, പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. പല രാജ്യക്കാർ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പല രാജ്യക്കാർ ഇവിടെ ഈ പള്ളത്തിനെ കാണാൻ പറ്റും. ഞാൻ നാട്ടിൽ ആഘോഷിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ആഘോഷം എനിക്ക് ഇവിടെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ പേരൻസിനെ പോലും ക്രിസ്മസ് സമയങ്ങളിൽ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 23 വർഷമായി ദുബായിലാണ്. എങ്കിലും നാട്ടിലേക്കാളിലും ഒരു പടി കൂടി ആഘോഷം കൂടുതലാണ് ദുബായിലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ബത്ലഹേമിലെ പോലെ മഞ്ഞു പെയ്യുന്ന പുൽക്കൂടും കൂറ്റൻ ക്രിസ്മസ് ട്രീയും പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വക ഇത്തവണത്തെ സ്പെഷ്യലാണ്. ദിവസത്തോളം എല്ലാ രാത്രിയും ഇവിടെ വന്ന് ഏകദേശം ഒരു 3 മണി വരെ പ്രവർത്തിച്ചിട്ടാണ് ഈ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആയിരങ്ങൾ പങ്കെടുത്ത വിശുദ്ധ കുർബാന കഴിഞ്ഞതോടെ കരോൾ സംഘങ്ങൾ ഈ വർഷത്തെ കൊട്ടിക്കലാശം തുടങ്ങി.
favorite part of Christmas celebration? Santa Claus. പ്രവൃത്തി ദിവസമാണ് ഇത്തവണ ഗൾഫിൽ ക്രിസ്മസ് കടന്നു വന്നത്. പക്ഷേ പരിമിതികൾക്കിടയിലും പ്രവാസികൾ ആഘോഷം കെങ്കേമമാക്കി. A short break.